ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്രൂണൈ. ഇന്ന് ബ്രൂണൈ പാസാക്കിയ ചില നിയമങ്ങൾ കേട്ടാൽ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് മനുഷ്യകുലം പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം പിന്നിലേക്ക് പോകുന്ന പ്രാകൃതമായ ശിക്ഷാരീതിയാണ് ഇന്ന് ബ്രൂണൈ പാർലമെൻറ്റ് പാസാക്കിയത്. വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്വവർഗ ലൈംഗിക വിനിമയത്തിൽ ഏർപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഇന്ന് പാസാക്കിയ ബ്രൂണൈ പാർലമെൻറ്റ് ഇന്ന് പാസാക്കിയ ഒരു നിയമം. സ്വവർഗരതി പല രാജ്യങ്ങളിലും നിയമവിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള പ്രാകൃത രീതിയിലേക്ക് ബ്രൂണൈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക ആണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ബ്രൂണൈ സുൽത്താൻ്റെ അവകാശവാദം. മാത്രമല്ല, മോഷണക്കുറ്റം തെളിഞ്ഞാൽ കൈവിരൽ മുറിച്ചു മാറ്റുന്ന നിയമവും ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട്. ഹസൻ ബെൽക്കിയ ആണ്, അതായത് സുൽത്താൻ ഹസൻ ബെൽക്കിയ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഇത്തരം പ്രാകൃതമായ നിയമം തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നിയമം നടപ്പിൽ വരുന്നതിനെക്കുറിച്ച് ചർച്ചകൾ വന്ന സമയത്ത് തന്നെ ബ്രിട്ടനും അമേരിക്കയും തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്തരം ചർച്ചകൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ നിയമങ്ങൾ രാജ്യത്ത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്നും അത് മനുഷ്യകുലത്തിനാകെ അപമാനമാകുമെന്നും ബ്രിട്ടനും അമേരിക്കയും ബ്രൂണോയ്ക്ക് താക്കീത് നൽകിയിരുന്നു. എന്നാൽ ബ്രൂണൈ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ നിയമം പാസ്സാക്കിയെടുത്തത്. ബ്രൂണൈ സുൽത്താൻ ഹസനൽ ബെൽക്കിയ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഈ രാജ്യത്ത് ഇസ്ലാമിക പാഠങ്ങൾ ശക്തിയാർജിക്കുന്നത് കാണണം. അതായത് ഇസ്ലാമിക നിയമം, ഇസ്ലാമിക മൂല്യങ്ങൾ എൻ്റെ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നത് എനിക്ക് മരണത്തിന് മുൻപ് കാണണം. അതുകൊണ്ടാണ് താൻ ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ് സുൽത്താൻ്റെ വാദം. ഗർഭചിത്രം നടത്തിയാൽ ബ്രൂണൈയിലെ പുതിയ നിയമം വഴി പരസ്യമായ ചാട്ടവാറടിയാണ് കിട്ടുന്നത്. അതായത് ആരാണോ ഗർഭചിത്രം നടത്തിയ സ്ത്രീ അവരെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടു നിർത്തി ചാട്ടവാറടി, അതായത് മതകോടതി അനുശാസിക്കുന്ന എണ്ണം ചാട്ടവാറടി ലഭിക്കുമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ബ്രൂണൈ ദ്വീപിൽ ആകെ 40,000-ഓളം ജനങ്ങളാണ് ഉള്ളത്. ഇവർക്കുമേലാണ് ഇപ്പോൾ ഈ ഖുറാനിക നിയമം അനുസരിച്ചുള്ള പ്രാകൃത ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നത്. അതായത് ഇന്നലെ വരെ ലഭിച്ചിരുന്ന പരമാവധി ശിക്ഷ 10 വർഷം തടവായിരുന്നു. ആ തടവ് മാറ്റിക്കൊണ്ടാണ് സ്വർഗരതിയിൽ ഏർപ്പെടുന്നവരെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള പ്രാകൃത നിയമം അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യത്വരഹിതവും പ്രാകൃതവുമാണ് ബ്രൂണൈ ഇന്ന് ചെയ്ത നിയമപരിഷ്കരണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്നത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: ബ്രൂണൈയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശ ലംഘനത്തിന് കാരണമായേക്കാവുന്ന പ്രാകൃതമായ ഈ പുതിയ നിയമം ഒരു കാരണവശാലും നടപ്പിലാക്കരുതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് ബ്രൂണൈയോട് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ബ്രൂണൈ സുൽത്താൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നടപടി. ഏതായാലും പരിഷ്കൃത ലോകം മുഴുവൻ ബ്രൂണൈയുടെ ഈ ഒരു നടപടിയെ അപലപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയടക്കമുള്ളവർ അപലപിച്ചിരിക്കുകയാണ്. അതിലൊന്നും വകവയ്ക്കാതെ തൻ്റെ രാജ്യത്ത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നത് കാണണം. അതായത് എന്തെല്ലാമാണോ ഖുറാനിൽ ഒരു കുറ്റത്തിന് ശിക്ഷ വിധിക്കുന്നത് അതേപടി നടപ്പിലാക്കുകയാണ് തൻ്റെ ധർമ്മമെന്നാണ് ഇപ്പോൾ ബ്രൂണൈ സുൽത്താൻ അറിയിച്ചിരിക്കുന്നത്.